गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ മെയ് 12, 2024. ഈ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും സകല ദോഷ്യങ്ങൾക്കുമുള്ള ഒറ്റമൂലി എന്താണ്? ഭഗവാൻ അവിടുത്തെ അപാരമായ ക്ഷമയോടുകൂടി നമ്മെ പ്രേമപൂർവം ഓർമ്മപ്പെടുത്തുന്നു. പ്രേമസ്വരൂപരെ, നിങ്ങളെല്ലാവരും എൻ്റെ ദിവ്യതയുടെ സ്ഫുരണങ്ങളാണ്. ഞാൻ എൻ്റെ പ്രേമം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ പ്രേമം സഹജീവികളുമായി പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങളും ദിവ്യരായിത്തീരും. എല്ലാവരും ഈ പരിശുദ്ധമായ പാത പിന്തുടർന്നാൽ ഈ ലോകത്തിൽ സമാധാനവും സമൃദ്ധിയും നിശ്ചയമായും നേടാൻ സാധിക്കും. പ്രേമസ്വരൂപരെ, അജ്ഞത ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ ദീപം കൊളുത്തി ഈശ്വരനുമായി ലയിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള എൻ്റെ ഇന്നത്തെ സന്ദേശം. പ്രേമം വളർത്തുക. പ്രേമത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് മനസ്സിനെ ഉന്മൂലനം ചെയ്യാനും സർവ്വരോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും സാധിക്കുകയുള്ളൂ. നിങ്ങളിലുള്ള ദുർഗുണങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പ്രേമത്തിന് മാത്രമേ കഴിയൂ. അതിനാൽ എല്ലാവരെയും സ്നേഹിക്കുക. ഭൗതിക ശരീരത്തെയല്ല, മറിച്ച് ഹൃദയത്തെ സ്നേഹിക്കുക. ദൈവികത പ്രതിഷ്ഠിതമായ ഹൃദയത്തെ. ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം കേവലം ഉപകരണങ്ങൾ മാത്രമാണ്. നിങ്ങളാണ് അവയുടെ യഥാർത്ഥ യജമാനൻ. അതിനാൽ മനസ്സിനെ കീഴടക്കി അതിൻ്റെ യജമാനനായി തീരുക. ഒരിക്കലും മനസ്സിൻ്റെ അടിമയാകരുത്. രാവും പകലും ഈശ്വരനെ ധ്യാനിക്കുക. നിങ്ങൾക്ക് ഏതു നാമവും ജപിക്കാം, ഏത് രൂപത്തെയും ധ്യാനിക്കാം. എന്നാൽ ഈശ്വരൻ ഒന്നേയുള്ളൂ എന്ന പരമമായ സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ വികസിപ്പിക്കേണ്ടതും ഉയർത്തിപ്പിടിക്കേണ്ടതുമായ ഒരേ ഒരു തത്വം പ്രേമമാണ്. പ്രേമം പ്രബലമാകുമ്പോൾ വിദ്വേഷത്തിന് സ്ഥാനമില്ലാതാകുന്നു. 2000 ജൂലൈ 16 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം, സായിക്കു വേണ്ടി, സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.